Hearty welcome, blessing and inauguration of St. Joseph Church. ബിഷപ്പ് ബെന്നി ആണ് ഈ കാണുന്ന ദേവാലയം വെഞ്ചരിക്കുവാനായിട്ട് പോകുന്നത്, ആശീർവദിക്കാനായിട്ട് പോകുന്നത്, ബ്ലസ് ചെയ്യുവാനായിട്ട്. പള്ളിയുടെ വെഞ്ചരിപ്പിനോട് ചേർന്ന് നടത്തുന്ന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരിക്കുന്ന ശ്രീ കുമാർ വാളിലെ ഹോണറബിൾ MLA ബാമേങ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളതാണ്. പള്ളിയിലേക്ക് വരുന്ന ഒരു വഴിയാണിത്. ആളുകൾ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരമ്മ സ്ഥലമെല്ലാം കണ്ട് പ്രായം ചെന്നു, വടിയൊക്കെ കുത്തി നടക്കുന്നു. തണുപ്പുള്ളത് കൊണ്ട് ആളുകൾ കോട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. പച്ചയിലകൾ ചിറക് വിരിച്ച് കാത്തു സൂക്ഷിക്കുന്ന സെൻറ്റ് ജോസഫ് ദേവാലയമാണ് നമ്മൾ കാണുന്നത്. ആ ദേവാലയത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഈശോയുടെ തിരുഹൃദയമുണ്ട്. ഈശോയുടെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകി കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. മലഞ്ചെരുവുകൾ, അലങ്കാരമായ മനോഹരമായ ഒരു സ്ഥലം. സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. MCBS അച്ഛന്മാർ ആരംഭിച്ചിരിക്കുന്ന ദേവാലയമാണ് ഇത്. 5ാമത്തേതാണ്. ഫാദർ ബിജു വേഗത്തിൽ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പള്ളിയിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് അദ്ദേഹമാണ്. ഈ പ്രദേശങ്ങളിൽ യുവാക്കൾക്കൊക്കെ ബൈക്കുകളും സ്കൂട്ടറുകളും സ്കൂട്ടിയുമൊക്കെ ആയി തുടങ്ങി. ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ മക്കൾ പോവുകയാണ്. ബിജു വെച്ച് നടന്ന് ഇങ്ങോട്ട് വരികയാണ്. തണുപ്പുള്ളത് കൊണ്ട് കോട്ടൊക്കെയിട്ട് ആളുകൾ വന്നിരിക്കുന്നു. ഇവർ വസ്ത്രങ്ങളിലൊക്കെ വളരെ ഇഷ്ടമുള്ള ആളുകളാണ്. മറ്റൊരമ്മച്ചി പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആധുനികതയും എല്ലാം ചേർന്ന ഒരമ്മ. പഴയ ട്രഡീഷനുണ്ട്, പുതിയതായിട്ടുള്ള കമ്മലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മനോഹരമായിരിക്കുന്നു. ഇവരുടെ അനുവാദത്തോടുകൂടി എടുക്കുന്നതാണ്. ലാപ്പുങ് ദേവാലയത്തിലേക്ക് വരുന്ന വഴിയാണ്. മൂടൽമഞ്ഞാണ് ആ വെള്ള കളറിൽ കാണുന്നത്. മലകൾ മുഴുവൻ മൂടി കിടക്കുന്നു. പള്ളിയിലേക്ക് പോകുന്ന മറ്റൊരമ്മ. ലപ്പുങ് വില്ലേജിൽ പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്ന ഈ നാട്ടിലെ ഒരു നല്ല മനുഷ്യനാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സെൻറ്റ് ജോസഫ് ദേവാലയത്തിലേക്ക് നടന്നു വരുന്ന അമ്മമാർ, പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്ന വേറൊരു സഹോദരിയാണ്. അവരുടെ ഡ്രസ്സൊക്കെ കാണുക വളരെ സന്തോഷമാണ്. ഇവർ സമാധാനമുള്ള ആളുകളാണ്. ഈ നാട്ടിലുള്ള ആളുകൾ വഴക്ക് കൂടുന്നവരോ ആക്രമിക്കുന്നവരല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവർ നിറയട്ടെ. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ സ്നേഹവും കരുണയും നീതിമാനുമായിരിക്കട്ടെ. ഈ മക്കളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സണ്ണി പുൽപ്പറമ്പിൽ.